ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന നിർമ്മാണ ഘടകം. കോശങ്ങൾ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് കോശങ്ങൾ. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അറ. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അറ. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക്. ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. 1665. റോബർട്ട് ഹുക്ക് എഴുതിയ കോശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്ക് എഴുതിയ കോശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം മൈക്രോഗ്രാഫിയ. ആദ്യമായി ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. ആദ്യമായി ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആൻറ്റൺ വാൻ ലീവൻഹുക്ക്. കോശത്തിനുള്ളിലെ മർമ്മം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. കോശത്തിനുള്ളിലെ മർമ്മം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എം.ജെ. ശ്ലീഡൻ. സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എം.ജെ. ശ്ലീഡൻ. ജന്തുകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ. ജന്തുകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷാൻ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. ശ്ലീഡൻ, തിയോഡർ ഷാൻ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. ശ്ലീഡൻ, തിയോഡർ ഷാൻ. കോശസിദ്ധാന്തം പുനരാവിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. കോശസിദ്ധാന്തം പുനരാവിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ. ഒറ്റ കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ. ഒറ്റ കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. വ്യക്തമായ മർമ്മമില്ലാത്ത കോശമുള്ള ജീവികൾ പ്രോക്യാരിയോട്ടുകൾ. വ്യക്തമായ മർമ്മമില്ലാത്ത കോശമുള്ള ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ. പ്രോക്യാരിയോട്ടിന് ഉദാഹരണം ബാക്ടീരിയ. പ്രോക്യാരിയോട്ടിന് ഉദാഹരണമാണ് ബാക്ടീരിയ. പ്രോക്യാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്നത് കിങ്ഡം മൊനീറ. പ്രോക്യാരിയോട്ടിക് കിങ്ഡം എന്നറിയപ്പെടുന്നത് കിങ്ഡം മൊനീറ. വ്യക്തമായ മർമ്മമുള്ള കോശമുള്ള ജീവികൾ യൂക്യാരിയോട്ടുകൾ. വ്യക്തമായ മർമ്മമുള്ള കോശമുള്ള ജീവികളാണ് യൂക്യാരിയോട്ടുകൾ. കോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന അർദ്ധധാര്യ സ്തരം കോശസ്തരം. കോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന അർദ്ധധാര്യ സ്തരമാണ് കോശസ്തരം. കോശസ്തരത്തിൻ്റെ മറ്റൊരു പേര് പ്ലാസ്മ സ്തരം. കോശസ്തരത്തിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ സ്തരം. കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് കൊഴുപ്പും മാംസ്യവും കൊണ്ട്. കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് കൊഴുപ്പും മാംസ്യവും കൊണ്ട്. സസ്യകോശങ്ങളിൽ കോശസ്തരത്തിന് പുറമെ കാണപ്പെടുന്ന സംരക്ഷണ ഭിത്തി കോശഭിത്തി. സസ്യകോശങ്ങളിൽ കോശസ്തരത്തിന് പുറമെ കാണപ്പെടുന്ന സംരക്ഷണ ഭിത്തി കോശഭിത്തി. കോശത്തിനുള്ളിലെ ദ്രാവക ഭാഗം കോശദ്രവ്യം. കോശത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് കോശദ്രവ്യം. കോശത്തിനുള്ളിൽ പ്രത്യേക സ്തരങ്ങളാൽ ആവരണം ചെയ്തും അല്ലാതെയും കാണപ്പെടുന്നതും പ്രത്യേക ധർമ്മമുള്ളതുമായ ഭാഗങ്ങൾ കോശാംഗങ്ങൾ. കോശത്തിനുള്ളിൽ പ്രത്യേക സ്തരങ്ങളാൽ ആവരണം ചെയ്തും അല്ലാതെയും കാണപ്പെടുന്നതും പ്രത്യേക ധർമ്മമുള്ളതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. കോശത്തിലെ ഊർജ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ.
കോശത്തിലെ ഊർജ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ കാണപ്പെടുന്ന മടക്കുകൾ ക്രിസ്റ്റേ. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ കാണപ്പെടുന്ന മടക്കുകളാണ് ക്രിസ്റ്റേ. മൈറ്റോകോൺട്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ യൂണിറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP. മൈറ്റോകോൺട്രിയ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ യൂണിറ്റാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP. എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. എനർജി കറൻസി എന്നറിയപ്പെടുന്നതാണ് ATP. കോശശ്വസനത്തിലെ ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ. കോശ ശ്വസനത്തിലെ ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ. മൈറ്റോകോൺട്രിയ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ കരൾ, പേശികൾ, തലച്ചോറ്. മൈറ്റോകോൺട്രിയ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് കരൾ, പേശികൾ, തലച്ചോറ്. മൈറ്റോകോൺട്രിയ എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് C. ബെണ്ട. മൈറ്റോകോൺട്രിയയെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിച്ചത് ഫിലിപ്പ് സിക്കേവിക്സ്. മൈറ്റോകോൺട്രിയയെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിച്ചത് ഫിലിപ്പ് സിക്കേവിക്സ്.